ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് കേട്ടോ. പീനട്ട് സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളതെന്ന് നോക്കാം. പീനട്ടാണ്, അതേപോലെ തന്നെ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി, അതേപോലെ പച്ചമുളക്, കാന്താരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, അതേപോലെ ഉപ്പ്, വിനാഗിരി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പോളം സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതായത് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് കേട്ടോ. അത് നമ്മൾ ഏത് പാത്രത്തിലാണ് സാലഡ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാനെടുത്ത പീനട്ടിൽ ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്ത പീനട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറവുണ്ടെങ്കിൽ ഇനി അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിക്ക് വേണ്ടി നമ്മൾ വേറൊന്നുമല്ല ചേർക്കുന്നത്, വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത്ര ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലപോലെ ഞെരടി തിരുമ്മി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തിരുമ്മി എടുക്കാം നമുക്കിത്. അപ്പോൾ ഞാൻ സവാളയൊക്കെ നല്ലപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പീനട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പോളം പീനട്ടാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വാങ്ങിച്ചിരുന്ന പീനട്ടിൽ ഈ പെപ്പർ പൗഡറും അതേപോലെ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത പാക്കാണ് ഞാൻ വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോൾ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ആദ്യം കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള പീനട്ടാണ് വാങ്ങുന്നതെങ്കിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പും നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇതങ്ങ് തിരുമ്മി കൊടുക്കാം. അപ്പോൾ പീനട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് പുളിയും ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാന്താരി മുളകാണ് എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് എരിവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെപ്പർ പൗഡർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി മുളക് ചേർത്തേക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കാന്താരിക്ക് അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്